സ്നേഹമുള്ളവരെ, സ്വന്തം ജീവിതത്തെ ഉൾക്കണ്ണുകൊണ്ട് നോക്കി പുൽക്കൂട്ടിലേക്കുള്ള യാത്ര മുതൽ തിരുപ്പിറവി വരെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി മനുഷ്യത്വം തിരിച്ചറിയുക എന്നതാണ് ക്രിസ്മസ് നമ്മെ പഠിപ്പിക്കുന്നത്. പുതിയ സാമൂഹിക ചുറ്റുപാടുകളും ജീവിതശൈലികളും മനുഷ്യ സ്വഭാവത്തെ മാറ്റിമറിക്കുകയാണ്. ബന്ധങ്ങളും ജീവിതക്രമങ്ങളും ഉൾപ്പെടെ എല്ലാം പുതിയതും ആഘോഷങ്ങളുടേതുമാണ്. ഉല്ലാസത്തിമർപ്പിൽ രക്ഷകന്റെ പിറവി നൽകുന്ന പാഠം ഓർമ്മപ്പെടുത്തലിൻ്റെയും തിരിച്ചറിവിൻ്റെയും ഒന്നാം പാഠം തന്നെയാണ്. ഹരിതാപമായ പ്രകൃതി, വിഷമയമല്ലാത്ത ജലം, രോഗം പരത്താത്ത വായു തുടങ്ങിയവ നമുക്ക് അന്യമാകുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഭയപ്പെടുത്തുന്ന ഭാവിയിലേക്ക് നോക്കുമ്പോൾ കാണുന്ന പ്രകാശമാണ് ക്രിസ്മസ്. ലോകത്തിന് പ്രതീക്ഷയും പ്രത്യാശയും നൽകി വഴിയും സത്യവും ജീവനും ഞാനാണെന്ന് ഉദ്ഘോഷിച്ച യേശുവിൻ്റെ ജനനം തിന്മകൾക്കെതിരെയുള്ള നന്മയുടെ പ്രഖ്യാപനമായി സ്വീകരിക്കാനായാൽ ഏതു പ്രതിസന്ധിയെയും അതിജീവിക്കുവാനും ജീവിതത്തെ ജീവന്റെ ആഘോഷമാക്കി മാറ്റുവാനും കഴിയും. ലോകം മുഴുവൻ തൻ്റെ വിരൽത്തുമ്പിൽ, കാഴ്ചകൾ മുഴുവൻ തൻ്റെ കണ്ണുകളിൽ എന്ന് അഹങ്കരിച്ച് അയൽക്കാരനെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന കേവല മനുഷ്യൻ്റെ വാഴ്വിൻ്റെ ഇരുളുകളിലേക്ക് വെളിച്ചം വീശുന്ന സത്യമാണ് ക്രിസ്മസ്. സ്നേഹത്തിൻ്റെ, സഹോദര്യത്തിൻ്റെ, നന്മയുടെ, പ്രകാശത്തിൻ്റെ സന്ദേശമാണിത്. ദൈവം കനിഞ്ഞു നൽകിയ പ്രകൃതിയിൽ മനുഷ്യൻ തൻ്റെ ആർത്തി കൊണ്ട് തിന്മകൾ ചൊരിഞ്ഞതിൻ്റെ ഫലമായി മനുഷ്യൻ നേരിടുന്ന എല്ലാ പ്രതിസന്ധികൾക്കും ഉത്തരം പുൽക്കൂട്ടിലെ തിരുപ്പിറവി നമുക്ക് നൽകുന്നു. പുൽക്കൂട് ഒരു പ്രതീകമായി മാറുന്നു. കത്തുന്ന വെയിലിൽ തണലാകുന്നതും ദുർബലമായ വെള്ളം ധാരാളമാകുന്നതും നാം അനുഭവിച്ചറിയുന്നു. തിരിച്ചുപിടിക്കേണ്ട പ്രകൃതിയുടെ നന്മയെക്കുറിച്ചും പുൽക്കൂട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹത്തിൻ്റെ, നന്മയുടെ, ദയയുടെ മാർഗങ്ങൾ മാത്രം തേടുന്ന ഓരോ വ്യക്തിക്കും ഊർജം പകരുന്ന ഇടം കൂടിയാണ് പുൽക്കൂട്. നഷ്ടപ്പെട്ടു പോയ കുടുംബസ്നേഹത്തിൻ്റെ, സമൂഹ കൂട്ടായ്മയുടെ, സംശുദ്ധമായ വ്യക്തിജീവിതത്തിൻ്റെ വീണ്ടെടുപ്പായി മാറട്ടെ ഈ ക്രിസ്മസ്. ഏവർക്കും ക്രിസ്തുമസിന് മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു.